ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട പലതും തട്ടിപ്പറിച്ചെടുക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം കയ്യിൽ ഉള്ള അധികാരം അത് അമിതാധികാരമാണ് എന്ന് ധരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ തീർത്തും വിവേചനപരമായാണ് നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം മുതൽ, ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ ലഭിക്കേണ്ട തുകയുടെ പകുതിയിലധികമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. ഈ അവസാനത്തെ 3 മാസം നമുക്ക് 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മുടെ തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ആ തനത് വരുമാനങ്ങളോടൊപ്പം നമുക്ക് വായ്പയും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ അവസാന മാസത്തെ ചെലവുകൾ തനത് വരുമാനവും എടുക്കുന്ന വായ്പയും കൂടിയുള്ള തുക ഉപയോഗിച്ചാണ് ചെലവഴിക്കേണ്ടത്. ഇതിലാണ് 5,900 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചിരിക്കുന്നത്.